ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ ഒരുപാട് പേര് ബീഡ്സ് കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ 10 ഗ്രാം 50 ഗ്രാം 100 ഗ്രാം അങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാക്കറ്റ് ആക്കിയിട്ട് കൊടുത്തപ്പോൾ അവർക്ക് പല ഡൗട്ട്, അത് എത്ര പീസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് 50 ഗ്രാമാണ് ഇത് വരുന്നത്. ഇത്രയും ഉണ്ടാവും 50 ഗ്രാം. അപ്പം അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 100 ഗ്രാം വരുന്നത്. ഫസ്റ്റ് ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നത് 10 ഗ്രാമാണ്. അപ്പോൾ ഇത് 100 ഗ്രാം, അത് 50 ഗ്രാം. ഫസ്റ്റ് എടുത്ത് കാണിച്ചത് 10 ഗ്രാം. ഇതാണ് 10 ഗ്രാം വരുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാമല്ലോ ഇതിപ്പോൾ എത്ര കൊണ്ട് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 10 ഗ്രാമിൻ്റെ റേറ്റും 50 ഗ്രാമിൻ്റെ റേറ്റും 100 ഗ്രാമിൻ്റെ റേറ്റും ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതാണ് സ്റ്റാറിൻ്റെ. ഇതാണ് 10 ഗ്രാമിൻ്റെ പാക്കറ്റ് വരുന്നത്. ഇത് ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല, എന്നാലും ഏകദേശം നമുക്ക് വീഡിയോസ് കണ്ടാൽ തന്നെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി അടുത്തത് വരുന്നത് ഇതാണ് 50 ഗ്രാം വരുന്നത്. ഇതാണ് 50 ഗ്രാം, അല്ല അത് 100 ഗ്രാം, ഇത് 50 ഗ്രാം. ഇത് 50 ഗ്രാം. ആദ്യം വിട്ടത് 10 ഗ്രാം, പിന്നെ ഉള്ളതാണ് 100 ഗ്രാം. അതുപോലെയാണ് ആ ബ്ലൂവിൽ വരുന്നത്. ഇത് 10 ഗ്രാം. ഇതിൻ്റെ 50 ഗ്രാമിൻ്റെ പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 50 ഗ്രാം വരുന്നത്. 100 ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ ഇത് കഴിഞ്ഞ്. അടുത്തതാണ് മിക്സഡ് ആയിട്ടുള്ള ബീഡ്സ്. അതിൻ്റെ 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത്. ഇനി അതിൻ്റെ 50 ഗ്രാമിൻ്റെ പാക്കറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് 50 ഗ്രാമിൻ്റെ പാക്കറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ, ഇതിപ്പോൾ നമ്മൾ എണ്ണിയിട്ടൊന്നുമില്ല, കണ്ടാൽ തന്നെ ഏകദേശം നമുക്ക് എത്ര ബ്ലോക്കുള്ളത് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാം. അതുപോലെ വരുന്നതാണ് ഇനി വൈറ്റ് ബീഡ്സ്. അത് ഞാൻ കാണിച്ചു തരാം. വൈറ്റ് ബീഡ്സിൻ്റെ 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇത്. അതിൻ്റെ 50 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇനിയിപ്പോൾ ഈ വരുന്നത്. ഇതാണ് 50 ഗ്രാമിൻ്റെ പാക്കറ്റ്. ഇതിൻ്റെ 100 ഗ്രാമിൻ്റെ പാക്കറ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അത് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടാകുന്നതൊക്കെ ഒരുപാട് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതില്ല കേട്ടോ, 100 ഗ്രാമിൻ്റെ ഇല്ല. അതുപോലെ സ്റ്റാർ, ഇത് നെയിം ബീഡ്സ്, ഇതാണ് 10 ഗ്രാമിൻ്റെ വരുന്നത്. ഇതിലിപ്പോൾ അക്ഷരങ്ങൾ ഇന്നതെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ എടുത്തിട്ട് പാക്കറ്റാക്കി വെച്ചിരിക്കുകയെന്ന് മാത്രമാണ്. ഇതാണ് 50 ഗ്രാം വരുന്നത്. ചിലപ്പോൾ അതിലെല്ലാ അക്ഷരങ്ങളും ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇത് കിട്ടിയതിന് ശേഷം ആ അക്ഷരങ്ങളില്ല ഈ അക്ഷരങ്ങളില്ല എന്നൊന്നും പറയരുത്. നമ്മൾ നോക്കിയിട്ടല്ല വെക്കണം. നമ്മൾ ഓരോ പാക്കറ്റിൽ കുറച്ച് അക്ഷരങ്ങൾ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് 100 ഗ്രാമിൻ്റെ പാക്കറ്റ്. അപ്പോൾ പാക്കറ്റ് 50 ഗ്രാമിൻ്റെയും 10 ഗ്രാമിൻ്റെയും 100 ഗ്രാമിൻ്റെയും പാക്കറ്റുകൾ കണ്ടല്ലോ. അപ്പോൾ ഒരുവിധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 100 ഗ്രാമിൽ എത്ര ഉണ്ട് എന്നുള്ളതും 10 ഗ്രാമിൽ എത്ര ഉണ്ട് എന്നുള്ളതും 50 ഗ്രാമിൽ എത്ര ഉണ്ട് എന്നുള്ളതും ഒരുവിധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു.